കോണ്ടൂർ ഇൻ്റഗ്രൽസ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസും അതിൻ്റെ പ്രോപ്പർട്ടീസും ആണ് പറയുന്നത്. കോണ്ടൂർ ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ ഓഫ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ടി, കോംപ്ലക്സ് വേരിയബിൾ z along a given contour C extending from a point z equal to z1 to a point z equal to z2 in the complex plane. These are known as contour integrals or complex line integral, integral over C f of z dz. ഓക്കെ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിനല്ല നമ്മളിത് ജസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞത്. അതായത് നമുക്കിപ്പം z എന്ന് പറയുന്നൊരു കർവ് ഉണ്ട്. ഓക്കെ, z1 ടു z2ലേക്കാണ് അത് പോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ എഫ് ഓഫ് z വേരിയബിളായിട്ട് നമ്മളുടെ എഫ് ഓഫ് z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കർവിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. അതാണ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ z ആണ് എഫ് ഓഫ് z എന്ന് പറയുന്നത്. എലോങ് എ ഗിവൺ കോണ്ടൂർ സി എന്ന് പറഞ്ഞാൽ z1ൽ നിന്നും z2ലേക്കുള്ള കോണ്ടൂറിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളിതിനെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡി z എന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ മീനിങ് മനസ്സിലായോ? എഫ് ഓഫ് z ഡി z, അതായത് ഇവിടെ നമ്മൾ സി എന്ന് പറയുന്ന z1 ടു z2 ഒരു കോണ്ടൂറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ z പാരാമീറ്റർ ആയിട്ട് നമ്മൾ z വേരിയബിളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് z എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കോംപ്ലക്സ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡി z ആണ്. അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡി z എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എഫ് എന്താണോ അതിനെ, ഫംഗ്ഷൻ എന്താണോ അതിനെയും അതുപോലെ തന്നെ ഈ കർവ് ഈ ആർക്ക് എന്താണോ അതിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. സപ്പോസ് ദാറ്റ് ദ ഇക്വേഷൻ z ഈക്വൽ ടു z ഓഫ് ടി a ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു b റെപ്രസെൻറ്റ് എ കോണ്ടൂർ c extending from a point z1 to a point z2. നമുക്ക് z ഈക്വൽ ടു z ഓഫ് ടി എന്ന് പറയുന്നത് കോണ്ടൂറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അതൊരു പാത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ആ പാത്ത് z1 ടു z2 ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ വരും. ഇതാണ് നമ്മളുടെ സി, z1 ടു z2. എഫ് ഓഫ് z ബി ദ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ സി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഈ സിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ് ഓഫ് z എന്ന് പറയുന്നത്. f of z is the piecewise continuous function on C. That is, f of z of t is piecewise continuous on a less than or equal to t less than or equal to b. Okay, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കൺഫ്യൂഷനായി പോകരുത്. നമുക്ക് ആദ്യം നമ്മളുടെ കയ്യിൽ a to b എന്ന് പറയുന്നൊരു ഇൻ്റർവൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. t is a parameter. ഓക്കെ, a to b. ഇവിടെ നിന്നാണ് നമ്മളുടെ കോണ്ടൂർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. z ഓഫ് ടി എന്ന് പറയുന്ന കോണ്ടൂർ അല്ലേ, പാത്ത് നമ്മളിവിടെ അല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ z ഓഫ് ടിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് z ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് z ഓഫ് ടി എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഡിഫൈൻ ദ കോണ്ടൂർ ഇൻ്റഗ്രൽ. ഇനി നമ്മൾ ആ കോണ്ടൂർ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഡിഫൈൻ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓർ എ കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എലോങ് സി ആസ് ഫോളോസ്. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡി z എന്ന് പറയുന്ന കോണ്ടൂർ ഇൻ്റഗ്രൽ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ ടേംസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഒരു കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എലോങ് സി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് z ഓഫ് ടി ഇൻറ്റു z ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് z ഓഫ് ടി ഇൻറ്റു z ഡാഷ് ഓഫ് ടി ഡി ടി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് കോണ്ടൂർ ഇൻ്റഗ്രൽ എലോങ് എ പാത്ത് സി is defined as integral a to b f of z of t into z dash of t dt. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു ഇതിലാണ് നമ്മളുടെ പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ പാത്തിനെയാണ് നമ്മൾ z ഓഫ് ടി എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ പാത്തിൻ്റെ മുകളിൽ നമ്മൾ ഈ പാത്ത് എ ടു ബി വേരി ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഈ പാത്തിൻ്റെ മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേറൊരു ഫംഗ്ഷനാണ് എഫ് ഓഫ് z ഓഫ് ടി എന്ന് പറയുന്നത്. ഈ എഫ് ഓഫ് z ഓഫ് ടി ഇൻ്റഗ്രൽ ഓവർ എന്താണ് സി ആ കണ്ടുപിടിക്കുന്നത്. ഈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഓഫ് ടി ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് z ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് z ഓഫ് ടി ഇൻറ്റു z ഡാഷ് ഓഫ് ടി ഡി ടി. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ സിമ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ അതേപടി എഴുതി പോയിട്ടുണ്ട്. പിന്നെ എം എൻ ഇനീക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം. ഇഫ് സി ഡിനോട്ട്സ് ദ കോണ്ടൂർ z ഈക്വൽ ടു z ഓഫ് ടി എക്സ്റ്റെൻഡിങ് ഫ്രം z ഈക്വൽ ടു z1 ടു z ഈക്വൽ ടു z2. Minus c denote the contour consisting of the same set of points but the order reverse so that the new contour extends from the point z2 to z1.
then integral over minus c f of z dz equal to minus of integral over c f of z dz. ഒന്നും പറയുന്നില്ല. നമുക്ക് c എന്ന് പറയുന്നൊരു കോണ്ടൂർ തന്നിട്ടുണ്ട്. അത് z1 to z2 ആണ്. f of z എന്ന് പറയുന്നൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സെറ്റ് ഓഫ് പോയിന്റ്സ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ z2 to z1 ആണ് നമുക്ക് ഉള്ള പാത്തിൻ്റെ റിവേഴ്സിൽ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ, അതായത് ഈ റിവേഴ്സ് പാത്തിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിൻ്റെ നെഗറ്റീവിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പാത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എടുക്കാം എന്നാണ്. അത് കോണ്ടൂർ ഇൻ്റഗ്രൽസിലും ശരിയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ഇങ്ങനെ പറയണ്ടായിരുന്നില്ലേ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ അത് കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ കേസിലും അത് ശരിയാണ് എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രൂഫ് നോക്കാം നമുക്ക്. ലെറ്റ് ദ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സി ബി. നമ്മൾ ആദ്യം നമുക്ക് എല്ലാത്തിൻ്റെയും പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിലാണ് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള മിക്കതിൻ്റെയും പ്രൂഫ് തുടങ്ങുക. അപ്പോൾ നമ്മൾ ആദ്യം പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എടുക്കുക. സിയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സെഡ് ഓഫ് ടി. ദാറ്റ് ഈസ് സെഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കും. സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി, എ ലെസ് ദാൻ ഒരിക്കൽ ടി ലെസ് ദാൻ ഒരിക്കൽ ടു ബി. അപ്പോൾ മൈനസ് സിയുടെ എന്തായിരിക്കും? സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് മൈനസ് ടി. അതായത് ഞാൻ ഇങ്ങനെ എടുത്തു, എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു ബിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഓർഡർ ഒന്ന് റിവേഴ്സ് ആവില്ലേ? അപ്പോൾ എനിക്ക് വരുന്നത് മൈനസ് ബി ലെസ് ദാൻ ഓർ ഇക്വൽ ടു മൈനസ് ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു എന്ത് പറയാം, മൈനസ് എ, ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഞാൻ സെഡ് ഓഫ് മൈനസ് ടി എന്തിൻ്റെയൊക്കെ ഇടയിലാണ് കിടക്കുന്നത്? മൈനസ് ബിൻ്റെയും എൻ്റെയും. അതാട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺഫ്യൂഷൻ ആയി പോകണ്ട. മൈനസ് സി എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് മൈനസ് ടി. മൈനസ് ടിയുടെ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തത്. മൈനസ് ബിൻ്റെയും മൈനസ് എൻ്റെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഞാൻ എഴുതിയ പോലെ ഒന്നും എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പം നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി, നമുക്കിതാണല്ലോ വാല്യുവേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന്. അപ്പോൾ അതിന് വേണ്ടി ഇത് കൺസിഡർ ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എന്താ വരുന്നത്? മൈനസ് സിയുടെ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ്? മൈനസ് സിയുടെ പാത്ത് മൈനസ് ബി ടു മൈനസ് എ. നമ്മുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഡെഫിനേഷൻ എന്താ? ഇൻ്റഗ്രൽ ഓവർ integral over c f of z dz equal to integral a to b f of z of t into z dash of t dt. അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ബി ടു എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഡി ബൈ ഡി ടി ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഡി ടി. അപ്പോൾ നമുക്കിതിനെ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി മൈനസിൻ്റെ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് സെഡ് ഓഫ് മൈനസ് ടീനെ നമുക്കൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സെഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഇൻറ്റു മൈനസ് വൺ ഡി ടി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഈ മൈനസ് വണ്ണിനെ എടുത്ത് ഔട്ട് സൈഡ് ഇടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഡി ടി. ഇത് നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മൈനസ് ടിക്ക് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ടി ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് കിട്ടും. ടി ഈക്വൽ ടു മൈനസ് ബി ആകുമ്പോൾ യു എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് ബി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു മൈനസ് എ ആകുമ്പോൾ യു ഈക്വൽ ടു എ എന്ന് വരും. നമ്മൾ ഇതൊക്കെ ഒന്ന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ബിക്ക് പകരം ബി ആവും, എ ടു എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടിക്ക് പകരം യു സെഡ് ഡാഷ് ഓഫ് യു മൈനസ് ടി യു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി. നമുക്ക് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മൈനസും പ്ലസ് ആയി. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഞാൻ ബി ടു എ ആയിരുന്നില്ലേ, എനിക്ക് ലൈൻ ഇൻ്റഗ്രൽസ് ഓവർ ഇൻ്റർവൽ എനിക്ക് ആ പ്രോപ്പർട്ടീസൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ ബി ടു എ എന്നുള്ളതിനെ ഞാൻ ഈ നെഗറ്റീവും കൂടെ പ്ലസ് ആയി. അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അവിടെ, നിങ്ങൾ വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എന്ന് എഴുതാം. അങ്ങനെ എഴുതാലോ, കുഴപ്പമില്ലല്ലോ. കാരണം ഇൻ്റർവൽസിൻ്റെ കേസിൽ ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ ക്യാൽക്കുലസിലെല്ലാം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇൻ്റഗ്രൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് യു ഡി യു എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇത് നമ്മളുടെ ഡെഫിനേഷൻ ആയില്ലേ? അപ്പം നമ്മളുടെ ഡെഫിനേഷൻ ആയില്ലേ? നമ്മളെന്താ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പം നമുക്ക് ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി ആണെങ്കിലും ഇൻ്റഗ്രൽ എഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിലും സെയിം ആണ്. ഓവർ ആൻഡ് ഇൻ്റഗ്രൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇനി പാരാമീറ്റർ മാറിയാലും നമുക്ക് ഇതിനെങ്ങനെ എഴുതാമല്ലോ? ബൈ ഡെഫിനേഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ നമ്മൾ പ്രൂഫായി. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത കാര്യം ഇതാണ്. ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു
മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇഫ് സി കൺസിസ്റ്റ് ഓഫ് എ കോണ്ടൂർ C1 ഫ്രം Z1 to Z3 ഫോളോഡ് ബൈ എ കോണ്ടൂർ C2 ഫ്രം Z3 to Z2, the initial point of C2 being the final point of C1, then integral over C f of z dz equal to integral over C1 f of z dz plus integral over C2 f of z dz. ഒന്നുമില്ല, സി എന്ന് പറയുന്ന ഒരു കോണ്ടൂർ ഉണ്ട്, അത് രണ്ട് കോണ്ടൂറിനായിട്ടാണ് കൺസിഡർ ചെയ്തത്. C1 C2 എന്ന് പറയുന്ന രണ്ട് കോണ്ടൂറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ C1 എന്ന് പറയുന്ന കോണ്ടൂർ Z1 മുതൽ Z3 വരെയാണുള്ളത്. എന്നിട്ട് ഈ Z3യിൽ നിന്ന് Z2 വരെയാണ് അടുത്ത കോണ്ടൂർ ഉള്ളത്. അപ്പോൾ ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത് Z1 Z3 Z2 എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ Z1 Z2 Z3 എന്നൊക്കെ എടുക്കാം. പക്ഷേ ഇവിടെ ഒരു Z1ൽ നിന്ന് Z2യിലോട്ടുള്ളൊരു പാത്താണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് Z3 എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ശരിക്കും എയിൽ നിന്ന് ബിയിലോട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് സി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടെന്ന് പറയും. ആ ഒരു പോലെ അതുപോലെ നമ്മളിവിടെ പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ A to B ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് സി എന്ന് പറയുന്നൊരു പാത്തുണ്ട്. ആ സി എന്ന് പറയുന്ന പാത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് C1 എന്ന് പറയുന്ന പാത്ത്, ഇത് C2 എന്ന് പറയുന്ന പാത്ത്. ഈ A to B നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് Z1ൽ നിന്നും Z2ലോട്ടാണ്. പക്ഷേ ഇവിടെ ഒരു Z3 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് C1 ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ Z3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിവിടെ ഒരു സി ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ A to C മാപ്പ് ചെയ്യുന്നത് Z1 മുതൽ Z3 വരെ, C to B മാപ്പ് ചെയ്യുന്നത് Z3 മുതൽ Z2 വരെ. ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ സിയിൽ ഉണ്ടാവുന്ന ഈ പോയിന്റ് രണ്ടിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് കൺസെപ്റ്റ്, നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഇത് നമ്മൾ ഈ ടോട്ടൽ കർവിനെയാണ് നമ്മൾ സി എന്ന് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. ഓക്കെ, ലെറ്റ് ദ കോണ്ടൂർ C1 be given by, ഞാൻ പറഞ്ഞു C1 എന്ന് പറയുന്ന കോണ്ടൂറും C2 എന്ന് പറയുന്ന കോണ്ടൂറും ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ കോണ്ടൂറിനെ ഞാൻ z ഈക്വൽ ടു ഫൈവ് ഓഫ് ടി എന്ന് പറയുന്ന പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തു. z ഈക്വൽ ടു ഫൈവ് ഓഫ് ടി, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു c. അതാണ് കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ C1നെ ഞാൻ ഇവിടുത്തെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഫൈവ് ഓഫ് ടി എന്ന് കൊടുത്തു. അത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു c വരെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കൊടുത്തു. അതുപോലെ വേർ ഫൈവ് ഓഫ് a ഈക്വൽ ടു Z1 ആൻഡ് ഫൈവ് ഓഫ് c ഈക്വൽ ടു Z3 അല്ലേ. ഈ എനെ Z1ലേക്കും സിനെ Z3ലേക്കും മാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി let the contour C2 be given by z equal to phi of t, c less than or equal to t less than or equal to b, where phi of c equal to Z3 and phi of b equal to Z2. ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പം ഈ C2 എന്ന് പറയുന്നതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സൈ ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ സൈ ഓഫ് സിയിലാണ് പിന്നെ തുടങ്ങുന്നത്. അത് Z3ലേക്കും സൈ ഓഫ് ബി Z2ലേക്കുമാണ് മാപ്പിംഗ് വരുന്നത്. അതാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹോൾ കോണ്ടൂർ സി എന്ന് പറയുന്ന കോണ്ടൂർ എങ്ങനെയായിരിക്കും? നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലേ. പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ z ഈക്വൽ ടു z ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു a ടു സിയിൽ ഫൈവ് ഓഫ് ടിയും c ടു ബിയിൽ സൈ ഓഫ് ടിയും ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോവാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഈസിയാണ് കേട്ടോ, പ്രൂഫിലൊന്നുമില്ല. ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഓവർ a ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി into z dash of t ആണ് ബൈ ഡെഫിനിഷൻ. വി ക്യാൻ റൈറ്റ് ദിസ് ബൈ ഡെഫിനിഷൻ അല്ലേ. ഇതൊരു റിയൽ വേരിയബിൾ അല്ലേ, അതായത് ഇത് നമ്മൾ ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. അതിന് നമുക്ക് സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റി, അല്ല നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സോ നമുക്ക് അവിടെ നമുക്ക് ഇൻ്റർവെൽസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ ഓവർ a ടു സി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു z ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ c ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു z ഡാഷ് ഓഫ് ടി ഡി ടി. ഇനി നിങ്ങൾ നോക്കിയേ, a ടു സിയിൽ നമ്മളുടെ ഫംഗ്ഷൻ എന്താ? z ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫൈവ് ഓഫ് ടി അല്ലേ. അപ്പോൾ ഞാൻ അത് കൊടുത്തു. c ടു ബിയിൽ സൈ ഓഫ് ടി ആണ്, അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ a ടു സി z ഓഫ് ടിക്ക് പകരം എഫ് ഓഫ് ഫൈവ് ഓഫ് ടി ഇൻറ്റു ഫൈവ് ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ c ടു ബി എഫ് ഓഫ് സൈ ഓഫ് ടി ഇൻറ്റു സൈ ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കിനി ഓരോ കോണ്ടൂറിൻ്റെയും ബൈ ഡെഫിനിഷൻ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇത് ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും ഇനി ഒരു തിയറം കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? ഇൻ്റഗ്രൽ ഓവർ സി, ഇപ്പം ഞാൻ പറയട്ടെ, ഇൻ്റഗ്രൽ ഓവർ C1 മൈനസ് ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്.
ഇപ്പം C1 മൈനസ് C2 എന്ന് പറയുന്ന പാത്തിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? കാരണം എന്താ, C1 പ്ലസ് മൈനസ് C2 അല്ലേ. അപ്പോൾ ശരിക്കും ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം അല്ലേ. ഇനി ഇതെന്താണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം. ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇതൊക്കെ പ്രോബ്ലത്തിലേക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇനി പറയുന്ന തിയറീസിലോട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആദ്യം തന്നെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇത് ഈസി ആയിട്ടുള്ളൊരു പ്രൂഫാണ്. എഫ് ഓഫ് സെഡ് ആൻഡ് ജി ഓഫ് സെഡ് ബി എനി ടു കോംപ്ലക്സ് ഫംഗ്ഷൻസ് വിച്ച് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് on a contour C and Z not be a complex constant, then integral over C f of Z plus g of Z dz equal to integral over C f of Z dz plus integral over C g of Z dz. Integral over C Z not f of Z dz equal to integral over Z not integral over C f of Z dz. ഇത് നമുക്ക് ബൈ ഡെഫിനേഷൻ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെന്താ പറയുന്നത്, എഫ് ഓഫ് സെഡും ജി ഓഫ് സെഡും രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ്. അത് ഒരു കോണ്ടൂർ സിയിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. സെഡ് നോട്ട് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ സമ്മ് കണ്ടിട്ട് നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി കാണുന്നത് ഇൻ്റഗ്രൽ ഓവർ സി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മ് കാണുന്നതിനോട് ഈക്വൽ ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ആദ്യം ഒരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എടുക്കുക സിയുടെ. അതാണ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത്. വേറെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബൈ ഡെഫിനേഷൻ വി ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് ഡി സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി പ്ലസ് ജി ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ഇൻറ്റു ജി ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ടി which is equal to integral over c f of z dz plus integral over c g of z dz. അപ്പോൾ നമുക്ക് റിസൾട്ട് ആയില്ലേ. ബൈ ഡെഫിനേഷൻ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ സി സെഡ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി സെഡ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. നമുക്കറിയാം റിയൽ ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ നമുക്കിതിനെ ഔട്ട് സൈഡ് എടുത്തില്ല അല്ലേ. സെഡ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി. ബൈ ഡെഫിനേഷൻ വി ഗെറ്റ് സെഡ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് എന്താണ് സിമ്പിൾ ആയതുകൊണ്ടാണ് ഓടിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി പറഞ്ഞത്. ഇത് എഴുതി പറയാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമാവും. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറവും പിന്നെ കുറച്ച് പ്രോബ്ലംസും ആണ്. ആ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതാണ് ML ഇൻഇക്വാലിറ്റി. അപ്പോൾ ഓക്കെ, താങ്ക് യു.